തന്റെ യജമാനൻ മരിച്ചതറിയാതെ അദ്ദേഹം വരുന്നതും കാത്ത് നീണ്ട 9 വർഷം 9 മാസം 15 ദിവസങ്ങൾ ഒരേ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന ഒരു ജീവിയുടെ കഥ നിങ്ങൾക്കറിയാമോ? ജപ്പാനിലെ ഹാച്ചിക്കോ എന്ന ഈ നായയുടെ സ്നേഹം വെറുമൊരു കഥയല്ല, മനുഷ്യർക്ക് പോലും നൽകാൻ കഴിയാത്തത്ര വലിയൊരു വിശ്വസ്തതയുടെ യഥാർത്ഥ ചരിത്രമാണ്. ഇന്ന് സൺഡേ സ്പെഷ്യലായി നമ്മൾ തുറക്കുന്നത് ലോകത്തെ മുഴുവൻ കരയിപ്പിച്ച ആ നിഗൂഢമായ സ്നേഹത്തിന്റെ ഫയലാണ്. ഇത്തരം കഥകൾക്കായി ഫോളോ ചെയ്യൂ. ഈ കഥ തുടങ്ങുന്നത് 1924 ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഹിഡേസാബുറോ ഉയേനോ അകിത ഇനത്തിൽപ്പെട്ട ഒരു കൊച്ചു നായക്കുട്ടിയെ ദത്തെടുക്കുന്നു. ജപ്പാനിൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന 8 എന്ന നമ്പറിനെ സൂചിപ്പിച്ച് അദ്ദേഹം അവന് ഹാച്ചി എന്ന് പേരിട്ടു. പിന്നീട് അവരൊരുമിച്ചായിരുന്നു ജീവിച്ചത്. എല്ലാ ദിവസവും രാവിലെ പ്രൊഫസർ ജോലിക്ക് പോകാൻ ട്രെയിൻ കയറുന്ന ഷിബുയ സ്റ്റേഷൻ വരെ ഹാച്ചിക്കോ കൂടെ പോകും. അതിനുശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങും. വീണ്ടും വൈകുന്നേരം കൃത്യം ട്രെയിൻ വരുന്ന സമയത്ത് അവൻ സ്റ്റേഷന്റെ എക്സിറ്റിന് മുന്നിലെത്തി യജമാനനെ കാത്തുനിൽക്കും. ഇതവരുടെ ഒരു മുടക്കമില്ലാത്ത പതിവായിരുന്നു. എന്നാൽ പ്രൊഫസറെ ദത്തെടുത്ത് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1925 മെയ് 21 ആ പതിവ് തെറ്റി. യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന പ്രൊഫസർ ഉയേനോയ്ക്ക് കടുത്ത സെറിബ്രൽ ഹെമറേജ് അഥവാ തലച്ചോറിലെ രക്തസ്രാവം ഉണ്ടാവുകയും അദ്ദേഹം സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹം പിന്നീടൊരിക്കലും ആ സ്റ്റേഷനിലേക്ക് തിരികെ വന്നില്ല. അന്ന് വൈകുന്നേരം ട്രെയിൻ ഇറങ്ങി വരുന്ന 10,000 ആളുകൾക്കിടയിൽ ഹാച്ചിക്കോ തൻ്റെ യജമാനന്റെ മുഖം തിരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ എത്ര തിരഞ്ഞിട്ടും പ്രൊഫസർ മാത്രം വന്നില്ല. പ്രൊഫസറുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ തോട്ടക്കാരൻ ഹാച്ചിക്കോയെ ദൂരെയുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി വളർത്താൻ ശ്രമിച്ചു. എന്നാൽ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓരോ ദിവസവും വൈകുന്നേരം ട്രെയിൻ എത്തുന്ന അതേ സമയത്ത് ഹാച്ചിക്കോ ഷിബുയ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. ഈ 9 വർഷത്തെ കാത്തിരിപ്പിനിടയിൽ അവൻ അനുഭവിച്ച ക്രൂരതകൾ വളരെ വലുതായിരുന്നു. തുടക്കകാലത്ത് സ്റ്റേഷനിലെ ജീവനക്കാരും ചില യാത്രക്കാരും അവനെ ഒരു ശല്യമായിട്ടാണ് കണ്ടത്. പലരും അവൻ്റെ മേൽ തണുത്ത വെള്ളം കോരിയൊഴിച്ചു. ചിലർ അവനെ അടിച്ചു പുറത്താക്കി, ക്രൂരമായി തള്ളിമാറ്റി. എങ്കിലും കഠിനമായ വെയിലത്തോ പെയ്യുന്ന മഴയത്തോ മരവിക്കുന്ന മഞ്ഞത്തോ നോക്കാതെ അവൻ ആ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഇരുന്നു. ഒടുവിൽ 1932 പ്രൊഫസറുടെ പഴയ ഒരു വിദ്യാർത്ഥി ഈ കാഴ്ച കാണുകയും ഹാച്ചിക്കോയുടെ കണ്ണീരിൻ്റെ കഥ ജപ്പാനിലെ ഒരു പ്രമുഖ പത്രത്തിൽ എഴുതുകയും ചെയ്തു. ആ ഒരൊറ്റ വാർത്തയോടെ ജപ്പാൻ രാജ്യം മുഴുവൻ ഹാച്ചിക്കോയെ അറിഞ്ഞു. അവനെ ദ്രോഹിച്ചവർ പിന്നീട് അവന് സ്നേഹത്തോടെ ഭക്ഷണവും സമ്മാനങ്ങളും നൽകാൻ തുടങ്ങി. ജപ്പാനിലെ കുട്ടികളെ വിശ്വസ്തതയും സ്നേഹവും പഠിപ്പിക്കാൻ സ്കൂളുകളിൽ ഹാച്ചിക്കോയുടെ കഥ ഒരു പാഠപുസ്തകമാക്കി മാറ്റി. നീണ്ട 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 11ാം വയസ്സിൽ 1935 മാർച്ച് 8 ഷിബുയ സ്റ്റേഷനിലേക്കുള്ള ഒരു തെരുവിൻ്റെ കോണിൽ കിടന്ന് ഹാച്ചിക്കോ തൻ്റെ യജമാനന്റെ ലോകത്തേക്ക് യാത്രയായി. ഇന്ന് ജപ്പാനിലെ ആ ഷിബുയ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഹാച്ചിക്കോയുടെ ഒരു വെങ്കല പ്രതിമയുണ്ട്. കൂടാതെ 2015 ടോക്കിയോ യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു വിചിത്രമായ പ്രതിമ കൂടി സ്ഥാപിക്കപ്പെട്ടു. മരിച്ച ഹാച്ചിക്കോ ഓടിവന്ന് തൻ്റെ യജമാനന്റെ മുകളിലേക്ക് സന്തോഷത്തോടെ ചാടിക്കയറുന്ന അവർ തമ്മിലുള്ള ആത്മീയമായ പുനഃസമാഗമത്തിൻ്റെ ചിത്രമാണത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഈ ആഴമേറിയ ബന്ധത്തെക്കുറിച്ച്, ഈ സൺഡേ ഫയലിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കമൻ്റ് ചെയ്യൂ. അന്വേഷണങ്ങൾ തുടരട്ടെ. സ്റ്റേ ക്യൂറിയസ്.